ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ +1 ഹിസ്റ്ററിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ വീഡിയോ സീരീസ് ചെയ്യുന്നത്. നമ്മൾ ആറാമത്തെ പ്രമേയമായിട്ടുണ്ട്. 3 ക്രമങ്ങൾ, 3 ഓർഡേഴ്സാണ്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്ന ഫ്യൂഡലിസത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ഓൺവേഡ് ക്വസ്റ്റ്യൻ, ഫ്യൂഡ് എന്ന ജർമ്മൻ വാക്കിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന പദം ഉണ്ടായിട്ടുള്ളത്. ഫ്യൂഡ് എന്ന വാക്കിനർത്ഥം ഒരു തുണ്ട് ഭൂമി എന്നൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കറിയുന്നതാണ്. ഓക്കെ, ഈ ഫ്യൂഡൽ സൊസൈറ്റി എന്നുള്ള ബുക്ക് മാർക്ക് ബ്ലോക്ക് എഴുതിയിട്ടുള്ള ഫ്യൂഡൽ സൊസൈറ്റി എന്നുള്ള ബുക്കിലാണ് ഫ്യൂഡലിസം എന്നുള്ള ഒരു ടേം കോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മധ്യകാല യൂറോപ്പിലെ 3 ക്രമങ്ങളെ വിശദീകരിക്കുക എന്നുള്ളതാണ്. 3 ക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് പുരോഹിതവർഗം, ഒന്നാമത് പുരോഹിതവർഗം, രണ്ടാമത് പ്രഭുവർഗം, മൂന്നാമത് സാധാരണക്കാരായിട്ടുള്ള കർഷകരായിട്ടുള്ള ആൾക്കാർ, മൂന്നാമത് കർഷകർ. ഇതാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ പുരോഹിതവർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മേലെ കിങ് ഉണ്ടാവും, അതിന് താഴെയാണ് പുരോഹിതവർഗം എന്നുള്ളത്. പുരോഹിതവർഗം, പ്രഭുവർഗം കർഷകരാണ്. മാർപ്പാപ്പ തലവനായിട്ടുള്ള കത്തോലിക്ക സഭയ്ക്ക് കണക്കറ്റ ഭൂമിയും സ്വന്തമായിട്ടുള്ള നിയമങ്ങളും ഉണ്ടായിരുന്നു. യൂറോപ്പിലെ ക്രിസ്ത്യാനികളെ നിയന്ത്രിച്ചിരുന്നത് ബിഷപ്പുമാരും പുരോഹിതന്മാരുമായിരുന്നു. മിക്ക ഗ്രാമങ്ങൾക്കും സ്വന്തമായിട്ട് പള്ളികളുണ്ടായിരുന്നു. ആർഭാടമായിട്ടുള്ള ജീവിതമായിരുന്നു കത്തോലിക്ക പുരോഹിതന്മാർ നയിച്ചിരുന്നത്. അടിയാളർ, വികലാംഗർ, സ്ത്രീകൾ എന്നിവർക്ക് പുരോഹിതരാവാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളതുണ്ട്. അടുത്തത് യൂറോപ്പിലെ ഏറ്റവും സമ്പന്ന സ്ഥാപനമായിട്ടുള്ള സഭ കർഷകരിൽ നിന്ന്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, സഭ കർഷകരിൽ നിന്ന് പിരിച്ച നികുതിയാണ് ടെത് എന്ന് അറിയപ്പെടുന്നത്. വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സന്യാസി മഠങ്ങൾ നമുക്കറിയാം, വലിയ പള്ളി, ക്രിസ്ത്യൻ പള്ളിക്ക് ഒപ്പമുണ്ടാവുന്ന പഠന കേന്ദ്രമാണ് സന്യാസി മഠങ്ങളായിട്ടുള്ള മൊണാസ്ട്രി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അവിടെ ലളിത ജീവിതമാണ് എന്നുള്ളത്. രണ്ടാമത്തെ വിഭാഗമാണ് പ്രഭുവർഗം. ഇതെന്തായാലും നോക്കണം. പ്രഭുവർഗം ഫ്യൂഡൽ സൊസൈറ്റിയിലെ രണ്ടാമത്തെ വിഭാഗമായിരുന്നു പ്രഭുക്കന്മാർ. ഫ്യൂഡൽ സമ്പ്രദായത്തിൽ ഭൂമിയുടെ അധിപന്മാരായിട്ടുള്ള രാജാക്കന്മാരും തുണ്ടുഭൂമികളായിട്ട് ലോഡ്സിനെ അഥവാ പ്രഭുക്കന്മാർക്ക് പതിച്ചു നൽകും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫ്യൂഡലിസം എന്ന് തന്നെ അറിയപ്പെടാനുള്ളത്. പ്രഭുക്കന്മാർ രാജാവിൻ്റെ ആശ്രിതരും കൃഷിക്കാർ പ്രഭുവിൻ്റെ ആശ്രിതരുമായിരിക്കും എന്നുള്ള. ആശ്രിതർക്ക് രാജാവ് പ്രഭുക്കന്മാർക്ക് ഭൂമി കൈമാറുമ്പോൾ പള്ളിയിൽ വെച്ച് ബൈബിളിനെ സാക്ഷിയാക്കി പ്രതിജ്ഞ എടുക്കുകയും ഭൂമിയുടെ ചിഹ്നം എന്ന നിലയിൽ ലിഖിത പ്രമാണങ്ങളോ ദണ്ഡോ മൺകട്ടയോ നൽകിയിരുന്നു എന്നൊക്കെയുള്ളത്. ഇത്തരത്തിലുള്ള ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രഭുക്കന്മാർക്ക് സ്വന്തമായിട്ട് സൈന്യവും കോടതിയും പണം ഇറക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. പ്രഭുവിൻ്റെ വീടിനെ മാനർ എന്ന് പറയുന്നത്. അപ്പോൾ മനോറിയൽ എസ്റ്റേറ്റ്, പ്രഭുവിൻ്റെ വീടും മറ്റു കാര്യങ്ങളും അടങ്ങിയതാണ് മനോറിയൽ എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, പ്രഭുവിൻ്റെ വാസസ്ഥലം മനറാണ്. സ്വകാര്യ വയലും മേച്ചിൽപ്പുറങ്ങളും കുടിയാന്മാരുടെ വീടുകൾ, വയലുകൾ ഉൾക്കൊള്ളുന്നതിനാണ് നമ്മൾ മനോറിയൽ എസ്റ്റേറ്റ് നോക്കേണ്ടതാണ്. ചോദ്യം വരുന്നതാണ്. മനോറിയൽ എസ്റ്റേറ്റിൽ 12 കുടുംബങ്ങൾ, വലുതിൽ 9 മുതൽ 60 കുടുംബങ്ങൾ വരെ ഉണ്ടായിരുന്നു എന്നുള്ള. ഓക്കെ, നിത്യജീവിതത്തിനാവശ്യമായിട്ടുള്ള ധാന്യങ്ങൾ, മില്ലുകൾ, നെയ്ത്ത്, ലോഹപ്പണി, കെട്ടിട നിർമ്മാണം, വീഞ്ഞ് നിർമ്മാണം എന്നിവയെല്ലാം മനോറിയൽ എസ്റ്റേറ്റിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും മനോറിയൽ ഒരു പ്രഭുവിൻ്റെ കീഴിൽ നൈറ്റുകളുണ്ടാവും. അവർക്കും കുറച്ച് ഭൂമികളൊക്കെ പതിച്ചു കൊടുക്കും. പിന്നെ മൂന്നാമത്തെ വിഭാഗമായിരുന്നു കർഷകർ. 2 തരത്തിലുള്ള കർഷകരുണ്ടായിരുന്നു എന്ന് പഠിച്ചു വെക്കുക. സ്വതന്ത്ര കർഷകരും അസ്വതന്ത്രമായിട്ടുള്ള കർഷകരും. സ്വതന്ത്ര കർഷകർ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരുന്നു. ഓക്കെ, 40 ദിവസം പ്രഭുവിന് വേണ്ടി സൈനിക സേവനം ചെയ്യണം. ആഴ്ചയിൽ 3 ദിവസം മനോറിയൽ എസ്റ്റേറ്റിൽ പ്രതിഫലമില്ലാതെ. നമ്മുടെ അടിയാളർക്ക് സ്വന്തമായിട്ട്, അതായത് അസ്വതന്ത്ര കർഷകർക്ക് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരുന്നില്ല. പ്രതിഫലമില്ലാതെ പ്രഭുവിൻ്റെ ഭൂമിയിൽ ജോലി ചെയ്യേണ്ട ആൾക്കാരായിരുന്നു. പ്രഭുവിൻ്റെ പൂർണ്ണ ആശ്രിതരായിരുന്നു. പിന്നെ 4ാം ക്രമം എന്നുള്ളൊരു പുതിയ വിഭാഗം വന്നു. സർപ്ലസ് ഓഫ് നമ്മുടെ പ്രൊഡക്ഷൻ സർപ്ലസ് വന്നതോടുകൂടി ഉൽപ്പാദനം കൂടി, നഗരവൽക്കരണം വന്നു. അതിൽ നിന്ന് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് കുടിയേറിയിട്ടുള്ള ആൾക്കാരാണ് 4ാമത്തെ ക്രമത്തിൽ പറയുന്നത്. 14ാം നൂറ്റാണ്ടിൽ പ്രതിസന്ധി ഉണ്ടായി. യൂറോപ്പിൽ കാലാവസ്ഥാ മാറ്റം മൂലം വരൾച്ച, കൃഷി നശിക്കുകയുണ്ടായി, വ്യാപാര തകർച്ച ഉണ്ടായി. തുടർന്ന് അതുപോലെ തന്നെ പ്ലേഗ് എന്ന ബ്ലാക്ക് ഡെത്ത് ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം മനോറിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ പ്രഭുവിൻ്റെ ക്രമം ഈ 3 ഓർഡേഴ്സ് നഷ്ടപ്പെടാനുള്ള. ഭദ്രാസന പള്ളികളെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
സന്യാസി മഠങ്ങൾക്ക് കീഴിൽ നിർമ്മിക്കപ്പെട്ട വലിയ പള്ളിയാണ് ഭദ്രാസന പള്ളി. കത്തീഡ്രൽ ചർച്ച് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇത് ചോദ്യം വരുന്നിട്ടുള്ള പൂർണ്ണമായും അധ്വാനവും പണവും സാധനങ്ങളാണ് ഭദ്രാസന പള്ളികൾ. വർഷങ്ങൾ നീണ്ട നിർമ്മാണം പള്ളിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളെ ജനസാന്ദ്രമാക്കി. ഭദ്രാസന പള്ളികൾ പിന്നീട് തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ട് മാറുകയും അവർക്ക് ചുറ്റും ചെറു പട്ടണങ്ങൾ ഉയർന്നു വരികയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. സ്വേച്ഛാധിപത്യമായിട്ടുള്ള രാജാക്കന്മാർ യൂറോപ്പിൽ 15-16 നൂറ്റാണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചോദിക്കാറുണ്ട്. ഫ്രാൻസിൽ ലൂയി രാജാക്കന്മാരാണ്. ലൂയി 14, 15, 16. ദെൻ ഇംഗ്ലണ്ടിൽ ഹെൻറി ഏഴാമൻ, ഓസ്ട്രിയയിൽ മാക്സിമിലിയൻ, സ്പെയിനിൽ ഇസബെല്ല ഫെർഡിനൻഡ് എന്നിവരായിരുന്നു ഇതിൽ. ഓക്കെ, ഇതാണ് നോക്കാനുള്ളത്. താങ്ക് യു.